ഹേ ഗായ്സ്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബൊക്കെയല്ലേ നമുക്ക് സാറ്റൻ റിബൺ കൊണ്ടുള്ള ബൊക്കെ. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. തുടങ്ങുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് വെച്ചാൽ തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങിയതിന് ശേഷം മനസ്സിലായി പെട്ടെന്ന് കഴിയില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് രക്തക്കറിയൊക്കെ കണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് വെച്ചതായിരുന്നു. പക്ഷെ കുറേ ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 അരുവശം, ഈ റിബൺ കട്ട് ചെയ്തതിൻ്റെ 2 അരുവശം ഈ തീ വെച്ചിട്ട് ഒന്ന് ഉരുക്കുകയാണെങ്കിൽ നൂല് പിന്നി പോകുന്നത് കുറയും. പിന്നെ നോർമലി ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ മാത്രം മേടിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരാന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഗ്ലൂ ഗൺ തന്നെ മേടിച്ചു. അതിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് തന്നെ മനസ്സിലാവും. ഞാൻ 1 ദിവസം കൊണ്ടല്ല അത് തീർത്തിട്ടുള്ളത്. 3 ദിവസം കൊണ്ടാണ് ഞാൻ തീർത്തിട്ടുള്ളത്. അത് മീൻസ് ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട് 2 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. 4 ദിവസം അങ്ങോട്ട് എടുത്ത് 3-4 ദിവസം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഗോൾഡ് കളർ വേണോ, ഗ്ലിറ്റർ അതോ സിൽവർ കളർ വേണോ എന്നുള്ളത്. പിന്നെ കടയിൽ ചെന്നപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിലാണ് ഞാൻ ഗോൾഡ് എടുത്തത്. ഈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മനസ്സിന് ഒരു ചെറിയൊരു ചാഞ്ചാട്ടമുണ്ടായിരുന്നു. ഗോൾഡ് മതിയായിരുന്നു, അല്ല ഗോൾഡല്ല സിൽവർ മതിയായിരുന്നോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ്ലി ഒന്ന് മുക്കി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സംഭവം എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എല്ലാവരും സെയിം കളർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് കളർ ചെയ്യുമ്പോൾ ഒരു ബന്ധമില്ലാത്ത കളർ ചെയ്യാൻ എന്നെക്കൊണ്ടേ പറ്റുമെന്നുള്ള ഒരു സംഭവം എനിക്കെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു കുഞ്ഞ് സ്പ്രേ ആണ്. 2 മേടിച്ച 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ ഒരു സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുറേ ടൈം ലാസ്റ്റിങ് നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കൊരു 4 hours അല്ലെങ്കിൽ 5 hours ആണ് എനിക്ക് ലാസ്റ്റിങ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി ട്രാവലിങ് ചെയ്യുന്നത് കൊണ്ടാവാം, അറിയില്ല. അപ്പോൾ ഇത് കുറേ ടൈം ഇതിൻ്റെ മണം ഇരുന്നായിരുന്നു. കാരണം കുറച്ച് ടൈം നമ്മൾ യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാണ്ടിരിക്കണത് കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, ഇതിൻ്റെ മണം കുറച്ചധികം ടൈം ഈ ഫ്ലവേഴ്സിലിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര 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 ഇഷ്ടമുള്ളൊരു സ്മെല്ലായിരുന്നു ഇത്. ഇത് റാപ്പ് ചെയ്യണ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അത് ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഏതാണെന്നറിയാണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. നിങ്ങൾക്കോ?